അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കോഴിക്കോടിലേക്ക് വന്നിട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഫസ്റ്റ് പോകേണ്ട സ്ഥലം SM സ്ട്രീറ്റ് ആണ്. SM സ്ട്രീറ്റ് പറയുമ്പോൾ ഒരു 10 to 11 വരെ, അതായത് ഒരു 10-നും 11-ൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ ഉള്ളതേ ഉള്ളൂ SM സ്ട്രീറ്റ്. പിന്നെ SM സ്ട്രീറ്റ് പോകുമ്പോൾ ഞായറാഴ്ച വേണിച്ചാലും പോവുക, ശനിയാഴ്ച വേണിച്ചാലും പോവുക, ബാക്കിയുള്ള 2 ദിവസങ്ങൾക്ക് വേണിച്ചാലും പോവുക ഗൈസ്. പിന്നെ പോകേണ്ട സ്ഥലങ്ങൾ വെച്ചാൽ മാളുകളാണ് ഗൈസ്. പിന്നെ മാളുകൾ പിന്നെ സമയവും പിന്നെ വൈകുന്നേരമൊക്കെ ബീച്ച് പോയി കാര്യമുള്ളൂ, ഒക്കെ സെറ്റാക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് മാളിൽ ഫോക്കസ് മാളുണ്ട്, അഡ്രസ് മാളുണ്ട്, ഗോകുലം മാളുണ്ട്, ഹൈലൈറ്റ് മാളുണ്ട്, ലുലു മാൾ വന്നാൽ ലുലു മാളും ഉണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഗോകുലം സിനിമ എന്തായാലും സിനിമയ്ക്ക് പോകണം, എന്നിട്ടൊക്കെ ഒരു സമയം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാനൊക്കെ പറ്റുള്ളൂ കോഴിക്കോടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ സിനിമ കാണുന്ന വെച്ചാൽ ഗോകുലം മാള്, ഹൈലൈറ്റ് മാള്, ലുലു മാള്. ലുലു മാൾ വന്നാൽ ലുലു മാൾ ഉണ്ടാവും, ആ മാളുകളേ ഉള്ളൂ. പിന്നെ ഫിലിം വേറെ നിങ്ങൾക്ക് പുറത്ത് പോയി കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്സര തിയേറ്റർ ഉണ്ട്, ക്രൗൺ തിയേറ്റർ ഉണ്ട്, കോർണേഷൻ തിയേറ്റർ ഉണ്ട്, കൈരളി തിയേറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഒരു മാള് അതൊക്കെ കൂടി കഴിഞ്ഞ് മാളൊക്കെ ചുറ്റി കറങ്ങി കഴിഞ്ഞ് എങ്ങനെ ആയാലും ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുക. ഇറങ്ങി ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ മാനഞ്ചിറ സ്ക്വയർ പിടിക്കുക. മാനഞ്ചിറ സ്ക്വയറിൽ കുറച്ച് ഇടിക്കുക, വേറെ തന്നെ വൈബാണ് ഗൈസ്. മാനഞ്ചിറ സ്ക്വയർ പിന്നെ ബീച്ചും അത് വേറെ തന്നെ വൈബ്, ആ രണ്ട് വൈബാണ്. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാനഞ്ചിറ സ്ക്വയറിലേക്ക് വരാം. മാനഞ്ചിറ സ്ക്വയറിന് പിന്നെ എന്താ ഉണ്ടായിരുന്നു, നേരെ നൈറ്റ് ബീച്ചിൽ പോവുക, ഒരു 6 PM ഒക്കെ ബീച്ചിലെത്താം. പിന്നെ ബീച്ചിൽ ചില്ലടിക്കുക ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മിറ്റ്സ് മിയർ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.